എനിക്കിന്ന് ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ക്ലാസ് ഒക്കെ വന്നതിന് ശേഷം പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമേ എടുത്തിട്ടുണ്ടായിരുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. ഇത് പഠിക്കാനായിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. കാരണം എൻ്റെ ലീസ്റ്റ് ഫേവറേറ്റ് സബ്ജക്റ്റ് ഇതാണ്. ഇഷ്ടമല്ലെന്നും പറഞ്ഞത് മാറ്റി വയ്ക്കാൻ പറ്റില്ല. കാരണം 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് എക്കണോമിക്സിന്. ഒന്ന് മൈക്രോ എക്കണോമിക്സും ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് എക്കണോമിക്സും. അപ്പോൾ 2 ടെക്സ്റ്റ് ബുക്ക് ഉള്ളതുകൊണ്ട് തന്നെ കുറേ ചാപ്റ്റേഴ്സ് കൊണ്ട് അങ്ങനെ ഒത്തിരി പഠിക്കാനുണ്ട്. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ചാപ്റ്റർ റിവിഷൻ ചെയ്യണം എന്നായിരുന്നു. അങ്ങനെ ഞാൻ ഈ ചാപ്റ്റർ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് അധികം ടൈം എടുത്തില്ല. പെട്ടെന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്കണോമിക്സ് കഴിഞ്ഞ് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് അക്കൗണ്ടൻസി ആണ് എൻ്റെ ഫസ്റ്റ് എക്സാം. അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം എനിക്ക് അക്കൗണ്ടൻസി. എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ. ടച്ച് വിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം ആദ്യം തൊട്ട് ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്നുണ്ട് അക്കൗണ്ടൻസി. ഇത്രയും വലിയ ബുക്കാണ് എൻ്റെ അക്കൗണ്ടൻസിയുടേത്. കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് പഠിക്കാനുണ്ട്. കുറേ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ ബുക്കായിട്ടുള്ളത്. അല്ലെങ്കിൽ അക്കൗണ്ടൻസി അത്ര പാടുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു രജിസ്റ്റർ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള വലിയ ബുക്ക് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഇതിനകത്താണ് എൻ്റെ മിക്ക ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. തിയറി ഒന്നും ഞാനത് എഴുതാൻ നിൽക്കാറില്ല. മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ അതിനകത്തുള്ളൂ. തിയറിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്പൈറൽ നോട്ട്ബുക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി വെക്കാറുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ 1-2 ചാപ്റ്ററിൽ മാത്രമേ തിയറിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാത്ത ചാപ്റ്റേഴ്സിലൊക്കെ തിയറി ആയിട്ടൊന്നുമില്ല. മെയിനായിട്ട് പ്രോബ്ലംസ് ആണ് വരുന്നത്. അപ്പോൾ ആ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു മെത്തേഡ്സ് ഉണ്ടാവല്ലോ, അതും ഫോർമാറ്റും ഒക്കെയാണ് ഞാൻ പിന്നെയുള്ള ചാപ്റ്ററിൻ്റെ ഒക്കെ എഴുതിയിട്ടുള്ളത്. എക്സാം ടൈമിലൊക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഇങ്ങനെ 2 മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ഇതെൻ്റെ സ്കൂളിലെ നോട്ട്ബുക്കാണ്. ഇത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന തിയറിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞങ്ങളുടെ ക്ലാസ് ടീച്ചറാണ് അക്കൗണ്ടൻസി പഠിപ്പിക്കുന്നത്. മാഡത്തിൻ്റെ തിയറി തരുന്നതൊക്കെ അടിപൊളിയാണ്, ഭയങ്കര ഷോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് നോക്കി പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്നും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അക്കൗണ്ടൻസിയുടെ. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്താലേ എനിക്ക് ശരിയാവുള്ളൂ. എൻ്റെ ക്ലാസ് വർക്കും കൂടെ റെഫർ ചെയ്തിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു.